ഫുൾ വലിയ വലിയ ഫെയറി ചിമ്മിനീസ്. നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകും. ആദ്യമായിട്ട് ഫെയറി ചിമ്മിനീസിൻ്റെ അടുത്തേക്ക് നമ്മളിങ്ങനെ പോകുന്നത്. ഒരാൾ വലിഞ്ഞു കയറി പോകുന്നുണ്ട് കുന്നിൻ്റെ അകത്തേക്ക്. നമ്മളിപ്പോൾ ഉള്ളത് ഇമാജിനേഷൻ വാലി എന്നുള്ളൊരു സ്ഥലത്ത്. ഇവിടുത്തെ പാറകൾ വെച്ചിട്ട് നമുക്ക് പല ഇമാജിനേഷൻ ഉണ്ടാക്കാമെന്ന് അവർ പറയണം അല്ലേ. ഫസ്റ്റ് ആൻഡ് ബേസിക് ഇതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് കാണാൻ ഒരു ക്യാമലിൻ്റെ പോലെ ഉണ്ട്. അങ്ങനെ റെഡ് ടൂറിന്റെ ഫൈനൽ പോയിന്റിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. എവിടെയാണ്? ലവ് വാലി. ലവ് വാലി. ഹലോ ഗായ്സ്, നമ്മൾ ATV റൈഡ് പോവാണ്. ദൂരെ കാണുന്നതാണ് സൺസെറ്റ്. നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇവിടെ ഇങ്ങനെ പുതച്ചു മൂടിയിരിക്കുകയാണ് നല്ല സുഖമായിട്ട്. ലൈഫ് ഈസ് സോ ഗുഡ്. ഹലോ ഗായ്സ്, നമ്മളപ്പോൾ ഇന്ന് റെഡ് ടൂറിന് വന്നിട്ടുള്ളത്. കപ്പഡോഷ്യയിലെ മെയിൻ 2 ടൂറുകളാണ്, ഗ്രീൻ ടൂറും റെഡ് ടൂറും. അതിനകത്ത് റെഡ് ടൂർ ചെയ്യാൻ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് ലൊക്കേഷനിൽ എത്തിയിട്ടുള്ളത്. ഫസ്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫെയറി ചിമ്മിനീസും ഉച്ചിസാർ കാസിലും ഒക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു സ്പോട്ടാണ്. ലൈക്ക് ഇവിടെ വന്നിട്ട് ഇവർ നമ്മുടെ ടൂർ ഗൈഡ് ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര രസമായിട്ട് ഇവിടുത്തെ ഓരോ സ്റ്റോറികളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓരോ കാര്യങ്ങൾ. പണ്ട് ഇവിടെ വോൾക്കാനിക് ഇറപ്ഷൻ വന്നപ്പോൾ ഒരു ലെയർ വന്നു. അതിനുശേഷം വീണ്ടും ഒരു വോൾക്കാനിക് ഇറപ്ഷൻ വന്നപ്പോൾ കുറേ ഇങ്ങനത്തെ ഒരു ഡീപ്പർ ലെയേഴ്സ് വന്നു, കുറച്ച് കട്ടിയുള്ളത്. അത് ഇറോഷൻ വന്ന് പോയപ്പോഴാണ് ഇങ്ങനത്തെ കുറച്ച് അതൊരു ചിമ്മിനി പോലെ വന്നത്. അപ്പോൾ അതിനകത്തൊക്കെ കുറേ ഓട്ടകളൊക്കെ നിങ്ങൾ കാണുന്നത് അത് ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടി കാവ് ചെയ്തെടുത്തതാണ്. കാരണം പുറത്ത് 40 ഡിഗ്രി -12 വരെയൊക്കെ ടെമ്പറേച്ചർ പോകുമ്പോൾ അതിനകത്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് 13 ഡിഗ്രി ഒക്കെ ഉണ്ടാവുള്ളൂ എന്ന്. അവിടെ കാണുന്നത് ഐസ്ക്രീം വാലി എന്ന് പറഞ്ഞിട്ട്, അതായത് കുറച്ചും കൂടെ സോഫ്റ്റർ ആയിട്ടുള്ള ഫെയറി ചിമ്മിനീസ് ആണ്. അത് കാറ്റത്ത് ഇറോഷൻ സംഭവിച്ച് അങ്ങനെ ആയതാണ്. ഇവിടുത്തെയൊക്കെ മഴയത്ത് ഇറോഷൻ സംഭവിച്ചതാണ്. ബേസിക്കലി ഒരു നാച്ചുറൽ ഫോർമേഷനാണ്. അതിനകത്ത് ഹ്യൂമൻ കുറേ ഇങ്ങനെ കാവ് ചെയ്തിട്ട് വീടുകളൊക്കെ ഉണ്ടാക്കി മൾട്ടിപ്പിൾ ലെവൽസ് ആയിട്ട് ഹൈറ്റിൽ ഇങ്ങനെ കയറി താമസിച്ചിരുന്നതാണ്. ഇത് 1998 വരെ ഇതിനകത്തൊക്കെ ആൾക്കാർ താമസിച്ചിട്ടുണ്ടായിരുന്നു. 25 വർഷം മുമ്പ് വരെ ഇതിനകത്ത് നമുക്ക് വിസിറ്റേഴ്സിന് പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ പറ്റില്ല എന്നാണ് പറയുന്നത്. അത് അവരുടെ ഒരു വലിയൊരു കാസിലാണ്, ഉച്ചിസാർ കാസിൽ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ആൾക്കാർക്ക് കയറാം. നമ്മൾ ടൂറിൻ്റെ അടുത്ത ലൊക്കേഷൻ പഷ്ബ വാലി അല്ലേ. പഷ്ബ വാലിയിൽ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഷ്റൂം ഫെയറി ചിമ്മിനീസ്. അതായത് ഫെയറി ചിമ്മിനീസിൻ്റെ മുകളിൽ ഒരു കല്ലിങ്ങനെ മഷ്റൂം ഷേപ്പിൽ നിൽക്കുന്നുണ്ടാവും. കാണിച്ചു തരാം. ഇന്ന് ഭയങ്കര കാറ്റും അതിനനുസരിച്ച് വെയിലും എന്നാൽ തണുപ്പും. ഒരു വൃത്തികെട്ട കോമ്പിനേഷൻ അല്ലേ. വെയിലിന് വെയിലുണ്ട്, തണുപ്പാണെങ്കിൽ ഒടുക്കത്തെ തണുപ്പ്. ചൂടെടുത്താലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഡ്രസ് ഇട്ടത്. പക്ഷേ ഇതിട്ടിട്ടാണ് തണുക്കുന്നത്. എല്ലാം കൂടെ ഒരു മിക്സ് ആൻഡ് മാച്ച്. ഒരാള് നടന്നു പോകുന്നുണ്ട് നമ്മുടെ മഷ്റൂം വാലി കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ടല്ലോ ഈ വഴി ഇങ്ങനെ പോകുന്നത്. ഫുൾ വലിയ വലിയ ഫെയറി ചിമ്മിനീസ്. നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകും. ആദ്യമായിട്ട് ഫെയറി ചിമ്മിനീസിൻ്റെ അടുത്തേക്ക് നമ്മളിങ്ങനെ പോകുന്നത്. ഇതിൻ്റെ മുകളിലുള്ള ഈ മഷ്റൂം ഷേപ്പുള്ള സാധനങ്ങളൊക്കെ ഓവർ ദ പീരീഡ് താഴെ വീണ് പോകും. എന്നിട്ട് അത് വേറെ ഫെയറി ചിമ്മിനി ആവും എന്നാണ് പുള്ളി പറയുന്നത്. നിങ്ങൾ ഈ കാണുന്ന ഈ മുകളിലത്തെ റോക്സൊക്കെ ഹോൾഡ് ചെയ്തിരിക്കുന്ന നെക്ക് പോലത്തെ വൈറ്റ് കളർ നെക്ക് പോലത്തെ സാധനത്തിനാണ്. അത് ഓവർ ദ പീരീഡ് ഇവിടെ കാണാം. ആ നെക്ക് ചെറുതായിട്ട് അത് താഴെ വീഴും. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച, നേച്ചറിൻ്റെ ഓരോ കാര്യങ്ങൾ. ഫെയറി ചിമ്മിനീൻ്റെ സൈഡിൽ നിൽക്കുന്ന സ്വാമോൻ MBBS. സ്വാതി ഇന്നലെ അണ്ടർഗ്രൗണ്ട് സിറ്റിയിൽ പോയതുപോലെ ഇത് ശരിക്കും ഒരു മോളിലേക്കുള്ള സിറ്റി, ഒരു മൊണാസ്ട്രി പോലെ. ഇവിടെ കിച്ചൺ, അവിടെ ആൾക്കാർ താമസിച്ചിരുന്നു, ഇവിടെ താമസിച്ചിരുന്നു, അവിടെ മുകളിൽ ഹൈഡിങ് പ്ലേസ്, അങ്ങനത്തെയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. നമ്മൾ അതിനകത്തേക്ക് ഒന്ന് കയറി പോവുക. ഇത് റോക്ക് ഫോർമേഷൻ ആയതുകൊണ്ട് അവർക്ക് മേലേക്ക് കെട്ടാൻ പറ്റില്ല, താഴേക്ക് പോകാൻ പറ്റില്ല. കറക്റ്റ്. അപ്പോൾ സ്വാമോനാണ് നമ്മുടെ ടൂർ ഗൈഡ്. അണ്ടർഗ്രൗണ്ട് സിറ്റിയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഫുൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. മാഡം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടൂർ ഗൈഡാണ്. ഇത് എവിടെയോ കൊണ്ട് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. ഒന്നുമല്ല, സംഭവം വഴി ബ്ലോക്കായി, വഴി മാറി കയറി ബ്ലോക്ക് ആയതാ. പോര്. ഇതൊക്കെ എന്തൊക്കെയാണ്. നമ്മളിതാ ഈ വഴിയിലേക്ക് ഇങ്ങനെ കയറി പോവാണ്. ഇവരിതൊക്കെ കാർവ് ചെയ്ത് ഉണ്ടാക്കിയതാന്ന് പറഞ്ഞ എൻ്റെ അമ്മോ. ശരിക്കും ഇവിടെ മനുഷ്യന്മാർ താമസിച്ചിരുന്ന റൂമാണെന്ന് പറഞ്ഞാല്. ഒരാൾ വലിഞ്ഞു കയറി പോകുന്നുണ്ട് കുന്നിൻ്റെ അകത്തേക്ക്. ഇനി ഞാൻ കയറണം ഈ ക്യാമറ ഒക്കെ പിടിച്ചോണ്ട്. വലിഞ്ഞു കയറിയതാ അടുത്തൊരു റൂമിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് കിച്ചൺ. അതിനുള്ള പ്രൂഫാണ് ഇവിടെ ഇങ്ങനെ കറുത്ത് തീർത്തിരിക്കുന്നത്. തീ കത്തിച്ചിട്ട് കറുത്ത് തീർത്തിരിക്കുന്നത്.
നമ്മളിപ്പോൾ ഒരു ഫെയറി ചിമ്മിനിക്കകത്താണ്. നല്ലൊരു ഫീലില് ശരിക്കും. നമ്മളങ്ങനെ നെക്സ്റ്റ് പോയിന്റിലെത്തി. പോയിന്റാണ് സെൽവ് ഓപ്പൺ എയർ മ്യൂസിയം. ഒരാളിങ്ങനെ ഹോട്ട് എയർ ബലൂണിൻ്റെ ബുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തിരക്കില്ല. നമ്മളിപ്പോൾ ഒരു ഓറഞ്ച് ജ്യൂസ് കുടിക്കാൻ വേണ്ടി നിന്നിട്ടാണുള്ളത്. നല്ല ക്ഷീണമുണ്ട് നടന്ന്. ഇവിടെ ഒരാൾക്ക് മിണ്ടിയാൽ ജ്യൂസ് കുടിക്കണം. ക്ഷീണം, ഒരു തുള്ളി ക്ഷീണം വന്ന ജ്യൂസ് നടക്കും. അപ്പോൾ അതാണ് അയാളെ നമ്മുടെ കാര്യമല്ലേ ആദ്യം നോക്കേണ്ടത്. നമ്മുടെ ഹെൽത്തും നമുക്ക് നമ്മുടെ എനർജി നോക്കിയാലേ ബാക്കി നടക്കും. ഞാൻ ജ്യൂസ് കുടിക്കുന്നു എന്ന് പറഞ്ഞ് പുച്ഛിച്ചിട്ട് ഇപ്പൊ ആരാ ജ്യൂസ് കുടിക്കുന്നതെന്ന് നോക്കണം. ഞാൻ അവളടുത്ത് ചോദിച്ചു കുറച്ച് എനിക്ക് എന്നാ തരൂലെന്ന് പറഞ്ഞാൽ കുറച്ച് കുടിച്ചാൽ മതി, ഇത് ബാക്കി ഇങ്ങോട്ട് തരണ്ടേ. അതൊന്നുമില്ല, ഫുള്ളിരുന്ന് കുടിച്ചിട്ട് ഒരാൾ എപ്പോഴും അങ്ങ് കുറ്റം. എന്നിട്ട് സ്വയതാ ഇതൊന്ന് കുടിക്കുന്ന നോക്ക്, ഒരു ഉളുപ്പ്, നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു മൊണാസ്ട്രിയിലേക്കാണ്. ബേസിക്കലി ഇവിടെ ആൾക്കാർ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാറി നിന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ മലകൾക്കുള്ളിൽ കാർവ് ചെയ്ത് അതിനകത്ത് ഒരു മൊണാസ്ട്രി സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആരുമില്ല, പക്ഷെ പണ്ടത്തെ കഥകളാണിതൊക്കെ. നമ്മൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ മൊണാസ്ട്രി. പണ്ടത്തെ ആൾക്കാർക്ക് ഇവിടുന്ന് ഒരു ബിൽഡിംഗ് ഒക്കെ കെട്ടി ഉണ്ടാക്കണമെങ്കിൽ കല്ലെടുക്കാൻ 100 കിലോമീറ്ററിന് മുകളിൽ പോകണം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഇങ്ങനത്തെ ഓരോ പാറകൾ കാർവ് ചെയ്തിട്ട് ഇത് കുറച്ചും കൂടെ സോഫ്റ്റ് റോക്ക് ആയതുകൊണ്ട് കാർവ് ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെ കാർവ് ചെയ്തിട്ട് അവർ അതിനകത്ത് ഓരോ റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി മൊണാസ്ട്രി ആക്കിയതാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഇമാജിനേഷൻ വാലി എന്നുള്ളൊരു സ്ഥലത്താണ്. ഇവിടുത്തെ പാറകൾ വെച്ചിട്ട് നമുക്ക് പല ഇമാജിനേഷൻ ഉണ്ടാക്കാമെന്ന് അവർ പറയണം അല്ലേ. ചിലത് കാണുമ്പോൾ ക്യാമൽ, ചിലത് കാണുമ്പോൾ ഡോൾഫിൻ. ഫസ്റ്റ് ആൻഡ് ബേസിക് ഇതാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് കാണാൻ ഒരു ക്യാമലിൻ്റെ പോലെ ഉണ്ട്. അവിടെ അങ്ങ് ദൂരെ ഒരു പെൻഗ്വിനെ പോലത്തെ ഒരു ഫിഗർ കാണുന്നുണ്ട്. അവിടെ ഒരു കൈ തുറന്നു പിടിച്ചിരിക്കുന്ന പോലെ ഉണ്ട്. ഇതെല്ലാം ഇമാജിനേഷനാണ്. ഈ പാറകളുടെ ഡിഫറെൻറ്റ് ഷേപ്പ് കാരണം ആൾക്കാർക്ക് വേണ്ടതൊക്കെ ഇമാജിൻ ചെയ്ത് പല പല കാഴ്ചകൾ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇമാജിനേഷൻ വാലി എന്ന് പറയുന്നത് തന്നെ. ഇവിടെ ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിറച്ച ആൾക്കാരാണ്. ഇതാ ഫുൾ ആൾക്കാർ ഇതാ ഇവിടെ ഇമാജിൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഒരുത്തി ഇവിടെ എന്താണ് ഇമാജിൻ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഫോണും പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ട്രിപ്പിൻ്റെ അടുത്ത സ്ഥലമായത് പോട്ടറി വർക്ക്ഷോപ്പിൻ്റെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരിക്കുക, ഭക്ഷണം പോലും തരാണ്ട്. നമ്മൾ അവനോസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഗൊറേമയൊക്കെ പോലെ വേറൊരു സ്ഥലം അവനോസ് പോയി നമ്മൾ. പിന്നെ ഇപ്പം നെക്സ്റ്റ് അവനോസ്. ഇവിടെ കുറച്ചും കൂടെ ചീപ്പർ ആയിട്ടുള്ള സ്റ്റേ ഒക്കെ കിട്ടുന്ന സ്ഥലവും കൂടെയാണ് ഈ അവനോസ് അല്ലേ. നമ്മൾ ഗാലിബ് എന്നുള്ള ഒരാളുടെ പോട്ടറി വർക്ക്ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. ഷെസ് ഗാലിബ്. പുള്ളിനെ ഐൻസ്റ്റീൻ എന്നാണ് പറയുന്നത്. പോട്ടറിയുടെ ഐൻസ്റ്റീൻ കാണാൻ ഐൻസ്റ്റീൻ്റെ പോലെ ഉള്ളതുകൊണ്ട് പുള്ളിയാണ് നമുക്ക് ഡെമോ തരുന്നത്. പുള്ളി ഇവിടുത്തെ ഒരു മാസ്റ്ററാണ്. പുള്ളി നമുക്ക് ഉണ്ടാക്കുന്ന കാണിച്ചു തരികയാണ് ഇപ്പോൾ എങ്ങനെയാണ് പോട്ടറി എന്നുള്ളത്. In all these, every man in the region can imagine how good he's at this, right? Is that true, or you're pulling our leg? പുള്ളി ആദ്യം ലിഡ് ഉണ്ടാക്കി, പിന്നെ പോട്ട് ഉണ്ടാക്കി, അതിൽ കുറച്ച് പെയിൻ്റൊക്കെ അടിച്ച് ആ ലിഡ് ഫിറ്റ് ആവുമോ നോക്കി ലിഡ് ഉണ്ടാക്കി വെച്ചു. നല്ല രസമായിട്ട് ചെയ്തിരിക്കണം അല്ലേ. നമുക്ക് കുടിക്കാൻ ടർക്കിഷ് ടീയും ആപ്പിൾ ടീ ഒക്കെ വന്നിട്ടുണ്ട്.
Welcome, Ashok. Master Ashok. താങ്ക് യു. And he's Your the play, first Ashok. person Put on the who wheel. started to teach Okay. massage. That's okay. to First, women. spin it. Spin the wheel. Bravo, Ashok. Put your foot here. Okay. With your both hands, Ashok. What am I supposed to do? Potter. Okay, 1 minute. I take this one. Okay. He making small size one. Yeah. Oh. This second part, okay. 1 minute. He's making extra. Small size. Like this. Feel the other hand. Slowly go up. Make thin and tall. At least this worked. Bravo. Very nice extra. Bravo. Follow me. താങ്ക് യു. അങ്ങനെ ഒരു മാസ്മരിക ആഷ്ട്ര ഉണ്ടാക്കിയതിന് ശേഷം ഞാനിവിടെ ജോയിൻ ചെയ്യാൻ പോകുന്നു. പോട്ട് ഉണ്ടാക്കാൻ പോകേണ്ട ആളായിരുന്നു അവസാനം ആശുപത്രി. പോട്ട് ഉണ്ടാക്കാനുള്ള സൈസിലുള്ള സാധനം തന്നിട്ട് അത് ഞാൻ പൊട്ടിച്ചുള്ളതുകൊണ്ട് അവർ എന്നാൽ കുഴപ്പമില്ല ആഷ്ട്ര മതി എന്നിട്ട് ചെറിയൊരു ആഷ്ട്ര ആക്കിയതാണ്. പക്ഷെ ഇവരുടെ കളക്ഷൻ നല്ല രസമുണ്ട് കേട്ടോ ശരിക്കും. ഇതൊക്കെ ഇവർ ഇതിലുണ്ടാക്കിയത് അതിൻ്റെ ഗ്ലോസി ഫിനിഷും കൂടെ വരുമ്പോൾ ഭയങ്കര രസമുണ്ട്. അടുത്ത ഇതിൽ പെയിന്റ് ചെയ്യുന്നതുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ട് പെയിന്റ് ചെയ്യുന്നു. To drop it on the floor. Show us how sturdy. അതിൻ്റെ മുകളിൽ കയറ്റി നിർത്തുകയാണ് അതിൻ്റെ സ്ട്രെങ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് മാസ്റ്റർ ഇവിടുത്തെ ഷെസ് ഗാലേപ്പ് എന്നുള്ള മാസ്റ്റർ. ഇതിവിടെ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്രൂട്ടാണ്. നല്ല ഭംഗിയായി കാണാൻ ഇത് കഴിക്കാൻ പറ്റുന്ന പറയുന്നത്. എഡിബിൾ ആണെന്ന് പറഞ്ഞ് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഓടുന്ന ഓട്ടമാണ് ഈ കാണുന്നത്. ആരെയും വേണ്ട ഒന്നും വേണ്ട ഞാൻ ഫുഡ് കഴിക്കാൻ പോകാന്നിട്ട് പോകുന്ന പോക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ടേബിള്. ബുഫേ സിസ്റ്റം ആണ്. നമ്മൾ കഴിക്കട്ടെ പോയിട്ട്. അങ്ങനെ റെഡ് ടൂറിൻ്റെ ഫൈനൽ പോയിന്റിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. എവിടെയാണ്? ലവ് വാലി. ലവ് വാലി. ഇതിൻ്റെ ശരിക്കും പറയുന്നത് ഒരാൾ പണ്ട് ബലൂൺ പൊക്കി മുകളിൽ പോയപ്പോൾ ഇവിടുത്തെ വാലിക്ക് ഒരു ലവിൻ്റെ ഹാർട്ടിൻ്റെ ഷേപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ലവ് വാലി എന്ന് പേരിട്ടതെന്നാണ് പറയുന്നത്. പേരൊക്കെ എഴുതി ഇട്ടിട്ടുണ്ട്. ആൾക്കാരുടെ ലവേഴ്സിൻ്റെ പേരും ഫാമിലീൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ലവ് വാലി. ഇതതിൻ്റെ എൻഡും ഇതതിൻ്റെ ബിഗിനിങ്ങും. കറക്റ്റ്. നാച്ചുറലായിട്ട് ഫോം ചെയ്തിരിക്കുന്ന ഓരോ ഷേപ്പിനെ ഇവർ ഓരോ പേരിട്ടിട്ട് ടൂറിസ്റ്റിക് അട്രാക്ഷൻ ആക്കുന്നു. അത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതായിരുന്നു നമ്മുടെ റെഡ് ടൂർ. ഇനി നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് ATV റൈഡിനാണ്. നമുക്ക് ATV റൈഡിൻ്റെ അവിടെ വെച്ച് കാണാം. ഹലോ ഗായ്സ്, നമ്മൾ ATV റൈഡ് പോവാണ്. സ്വാമോനാണ് ഡ്രൈവർ. നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇനി മാസ്കും കാര്യങ്ങളെല്ലാം അടച്ചുപൂട്ടി വേണം പോകാൻ. കാരണം നല്ലോണം പൊടി അടിക്കുന്നതാണ് പറയുന്നത്. നോക്കട്ടെ, പോയിട്ട് നമുക്ക് ഓരോ വിശേഷങ്ങൾ കാണാം. സ്വാമോൻ വൻ ബൈക്ക് ഓടിക്കലാണ് ഗൈസ്. നമ്മളിതാ ഈ ടൂർ നമ്മുടെ ഒരു ഗ്രൂപ്പിൻ്റെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റുമുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇതെങ്ങോട്ടാണ് ഈ ഗ്രൂപ്പായിട്ട് പോകുന്നതെന്ന് ഒരു പിടുത്തമില്ല. നല്ല കാറ്റ്, നല്ല തണുത്ത കാറ്റും കൊണ്ട് ഓടിക്കാൻ നല്ല സുഖം. നമ്മൾ ഇപ്പോൾ ATV റൈഡ് കുറച്ച് ദൂരം വന്ന് ഇപ്പോൾ ഇവിടുത്തെ എന്താ മഷ്റൂം വാലിൻ്റെ അവിടെ കറക്റ്റ് അവരിവിടെ നിർത്തിയിട്ട് ഫോട്ടോസിന് വേണ്ടി സമയം തന്നിരിക്കുകയാണ്. ഇതുവരെയുള്ള റൈഡ് ശരിക്കും ഓരോരുത്തരുടെ പുറകെ ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞ് പോകുന്നതുകൊണ്ട് അല്ല, ഇത് ആദ്യമായിട്ട് ഓടിക്കുന്നവർക്ക് എളുപ്പമായിട്ടുള്ള ഒരു പരിപാടിയാണ്. എന്താ വെച്ചാൽ പയ്യെ സ്ലോലി ഇങ്ങനെ ഇവര് ഇങ്ങനെ ഈ കാണുന്ന വണ്ടീൻ്റെ ഒക്കെ പിന്നിൽ ഇങ്ങനെ പയ്യെ ഇങ്ങനെ ഓടിച്ച് പോയാൽ മതി. നമ്മൾ ഇതിനേക്കാൾ അടിപൊളിയായിട്ട് ഓടിച്ചിട്ടുണ്ട് ബാംഗ്ലൂർ വെച്ച്. അതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ മുകളിൽ ലിങ്കിൽ കൊടുക്കാം. പക്ഷെ ഇതെന്ന് വെച്ചാൽ ഈ വാലിയൊക്കെ കണ്ടുകൊണ്ട് ഒരു ചെറിയൊരു തണുത്ത കാറ്റിൽ ഇങ്ങനെ ഓടിച്ചു പോവാം. അതിന്റെ രസം. പിന്നെ നമ്മൾ ഇന്ന് തന്നെ റെഡ് ടൂർ ചെയ്തിട്ടുള്ളതായിരുന്നുകൊണ്ട് നമ്മൾ ഈ വാലിയിലൊക്കെ തന്നെയാണ് വന്നത്. പ്ലസ് അതിന്റെ ഹിസ്റ്ററി ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ തിരക്കിന്റെ ഇടയിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഇത്ര ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട് ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. ഇത്രയും വണ്ടികളിൽ വന്നിറങ്ങിയ ആൾക്കാർ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അവിടെ പോയി പോയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫീൽ ചെയ്യുന്നില്ല. തിരക്കിൽ പോയി നിന്നിട്ട് ഫോട്ടോ എടുക്കേണ്ട ആവശ്യം തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇവിടെ റിലാക്സ് ചെയ്ത് നിൽക്കുന്നു. പക്ഷെ വ്യൂ നല്ല രസം കേട്ടോ. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂ. കുറേ ATVകളും വലിയ വലിയ കുന്നും ചെരുവുകളും. ഇത് ഞങ്ങളുടെ രണ്ടുപേരും നിഴൽ.
നമ്മൾ ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ക്യൂവിൽ ഇങ്ങനെ നിരന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ലാസിക് കാറുകൾ ഇങ്ങനെ പോകുന്ന കാണാം. ഇടയ്ക്കിടയ്ക്ക് ഇവന്മാരുടെ കുറേ സ്റ്റണ്ടും കാണാം. ഇതൊക്കെ ഏതൊക്കെയോ വാലിയിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, പൊടിയടിച്ച്. പക്ഷെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ ATV റൈഡിൻ്റെ ഫൈനൽ സ്ഥലത്ത് അല്ലേ നമ്മൾ ഇപ്പുറത്ത് റെഡ് വാലി, ഇത് റെഡ് വാലി, ഇപ്പുറത്ത് എന്ത് വാലി ആയിരുന്നു? ഇത് റോസ് വാലി. നമ്മൾ ഇപ്പുറത്ത് റോസ് വാലി, അത് സൺസെറ്റ് പോയിന്റ്. നമ്മൾ സൺസെറ്റ് പോയിന്റ് അവിടെ വന്നിട്ടുള്ളത് കുതിരേനെയൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. സൺസെറ്റിന്റെ പോയിന്റ് കാണിച്ചു തരാം. ക്യാമറയ്ക്ക് എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന അറിയില്ല, പക്ഷെ ഭയങ്കര രസമുള്ളൊരു പോയിന്റ്. കുറേ ആൾക്കാരുണ്ട്, പക്ഷെ എന്നാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പോയിന്റ്. ഇതാ ദൂരെ കാണുന്നതാണ് സൺസെറ്റ്. ആ മുകളിൽ കൂടി നിൽക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ടോ? അത് മുഴുവൻ സൺസെറ്റ് കാണാൻ വേണ്ടി കൂടി നിൽക്കുന്നവരാണ്. സൺസെറ്റിൻ്റെ കൂടെ നമുക്ക് കിട്ടിയൊരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര രസമുള്ളൊരു വ്യൂ. ആൾക്കാർ അങ്ങ് ദൂരെ ഹോഴ്സ് റൈഡ് ഇങ്ങനെ പോകുന്നത് കാണാൻ തന്നെയുള്ള രസമുണ്ട്, ലൈനായിട്ട്. പ്ലസ് ഇവിടെ താഴെ നിങ്ങൾക്കൊരു ക്യാമലിൻ്റെ ഷേപ്പിലുള്ള ഒരു മലയും കാണാം. മൊത്തത്തിൽ ഭയങ്കര രസമായിട്ടുള്ളൊരു വ്യൂ കേട്ടോ ശരിക്കും. അങ്ങനെ നമ്മുടെ ATV റൈഡ് കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ബെസ്റ്റ് മെയിനായിട്ട് സൺസെറ്റ് റൈഡ് എടുത്തോണ്ട് അടിപൊളിയായിരുന്നു. എന്താ വെച്ചാൽ അവസാനം അവരെത്തുന്ന ഒരു വ്യൂവും സത്യം സണ്ണ് സെറ്റ് ആകുമ്പോൾ ഒരു കളർ ഉണ്ടല്ലോ, ഒരു ഓറഞ്ചിഷ്, ആ കളറിൽ സ്ഥലങ്ങളെ കാണാൻ ഭയങ്കര രസമായിരുന്നു. പിന്നെ എന്താ, നിങ്ങൾക്ക് സൺറൈസ് ടൂറും ഉണ്ട്. രാവിലെ എഴുന്നേക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ സൺറൈസ് ടൂറിനും പോവാം. മൊത്തത്തിൽ നല്ല രസമുണ്ടായിരുന്നു. ഓടിച്ചത് മുഴുവൻ എന്താ ഇങ്ങനെയാണ് എൻജോയ് ചെയ്ത് ഓടിച്ചിട്ടുണ്ട്. ബിഗിനർ ഫ്രണ്ട്ലി ആണ്. ഇത് ആർക്ക് വേണമെങ്കിലും ഏത് വയസ്സുള്ള ആൾക്കാർക്ക് ഓടിക്കാം. ഒരു റിസ്കും ഇല്ല അല്ലേ? ഒരു റിസ്കും ഇല്ല. നമ്മൾ പയ്യെ ഇങ്ങനെ ലൈനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. നമ്മുടെ ഇന്നത്തെ ഡിന്നർ ട്യൂമ റെസ്റ്റോറൻറ്റ് ആണ്. നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ നോക്കാം. വാ കയറി. നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് കേട്ടോ പെട്ടെന്ന് ധൃതിയിൽ പറഞ്ഞു നിർത്തത്. നമ്മൾ റൂഫ് ടോപ്പിലേക്ക് ഇങ്ങനെ കയറി പോവാണ്. ഇവരൊരു കേവ് ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റും കൂടെയാണ്. അപ്പോൾ നമ്മൾ റൂഫ് ടോപ്പിലേക്ക് ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ ചുറ്റും ഫെയർ ജിമിനി തന്നെയല്ലേ? അതെ, തൊട്ടടുത്ത് അല്ലേ? ഇത് ഉള്ളിലിരിക്കാം, വേണമെങ്കിൽ പുറത്തും ഇരിക്കാം അല്ലേ? നമ്മൾ പുറത്തിരിക്കാൻ പറ്റുമോ നോക്കാൻ പോവുകയാണ്. പക്ഷെ നല്ല തണുപ്പ് സത്യം. ഫൈനലി നമുക്ക് സീറ്റ് കിട്ടി. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ഇതാ അവർ ഒരു പുതയ്ക്കാനുള്ള സാധനം തരുന്നുണ്ട് ഇവിടുത്തെ തണുപ്പിന്. അത് നല്ലൊരു പരിപാടിയല്ലേ? ഒരാൾ ഇവിടെ നിന്ന് മെനു നോക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര രസം കേട്ടോ, നല്ല രസമുള്ളൊരു വ്യൂ, നല്ല വൈബ്, നല്ലൊരു വൈബും നല്ല രസമുള്ള വ്യൂവും. എൻ്റെ എക്സാക്ട് പോയിന്റ് ഓഫ് വ്യൂവിൽ കാണുന്നതാണ്. നല്ല ലൈറ്റിങ്, അവിടെയൊക്കെ കുറേ റോക്സ്, ഇവിടെയൊക്കെ റോക്സ് ചുറ്റും. ഇതാണ് നമ്മൾ കാണുന്ന കാഴ്ചകൾ. നല്ല ഹൈറ്റിലാണ് നമ്മളുള്ളത്. നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇവിടെ ഇങ്ങനെ പുതച്ചു മൂടിയിരിക്കുകയാണ്. നല്ല സുഖമായിട്ട്, നല്ല തണുപ്പും നല്ല വ്യൂവും നല്ലൊരു കോസി പുതപ്പും എല്ലാം കൂടെ ആയിട്ട് നല്ല രസമുള്ളൊരു സിറ്റുവേഷൻ, നല്ലൊരു എക്സ്പീരിയൻസ്. നമ്മുടെ പോട്രി ചിക്കൻ കബാബ് വന്നിട്ടുണ്ട്. അത് നമ്മുടെ മുമ്പ് തന്നെ തീയൊക്കെ ഇട്ട് ചൂടൊക്കെ തന്നെ ആക്കി നല്ല തട്ടൊക്കെ തട്ടി. പിന്നെ വന്നത് നമ്മുടെ ബീഫ് റവയോലി അല്ലേ? പാസ്ത പോലത്തെ എന്തോ സംഭവമാണ്. ഫേമസ് സാധനമാണ് ടർക്കിയിലെ. പിന്നെ റൈസ്, ചിക്കൻ കബാബ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഡെസേർട്ട് പറഞ്ഞപ്പം അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് ഈ ചായ തന്നു. ശരിക്കും ഇതിപ്പോൾ ഒരു മച്ച് നീഡഡ് ചായ. ശരിക്കും നമ്മുടെ ഈ തണുപ്പത്ത് ഒരു ചൂട് ചായ കുടിക്കുന്നതിൻ്റെ ഒരു സുഖം. പിന്നെ നമുക്കിതാ ഇവിടെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. പെട്ടെന്ന് നല്ല ലുക്കുള്ള ഒരുത്തൻ, നമ്മുടെ ഗസ്റ്റ്. നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ഇവർക്ക് എന്തിൻ്റെ കേടാണ് ഈ എന്താ തണുപ്പത്ത് ഇവിടെ പോയിരിക്കുന്നത്. പക്ഷെ അതൊരു ഫീലാണ് അല്ലേ? ഈ ഒരു വ്യൂവും ഈ ഒരു തണുപ്പൊക്കെ ഒരു സുഖമാണ്. നമ്മൾ നാട്ടിലെത്തിക്കഴിയുമ്പോൾ ഈ തണുപ്പ് മിസ്സാവും. നമ്മൾ ഒരു ദിവസം പെട്ടെന്ന് ഓർക്കുന്നത് ഈ ഒരു തണുപ്പോ അല്ലെങ്കിൽ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവോ അല്ലെങ്കിൽ ഈ ഒരു ചായ കുടിച്ചൊരു മൊമെൻറ്റോ ആയിരിക്കും.
അതാണ് അല്ലേ? മൊമെന്റ് മാറ്റേഴ്സ്. കറക്റ്റ്. ആ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കുറച്ച് തണുപ്പ് സഹിച്ചിട്ടാണെങ്കിലും. അങ്ങനെ സ്വാമോൻ ആഗ്രഹിച്ച കട്ട്മീർ എത്തിയിട്ടുണ്ട്. ഏകദേശം ഇതേപോലത്തെ ഒരു സാധനമായിരുന്നു നമ്മൾ ഇസ്താംബുളിൽ നിന്ന് കഴിച്ചത്. ഇന്നലെ കഴിച്ചത് ഇതിനും തിന്നത്. ഇന്നലെ കഴിച്ചത് ഭയങ്കര ഒരു കട്ടിയിൽ വേറൊരു രൂപത്തിലുള്ള സാധനമായിരുന്നു. ആക്ച്വലി ഓരോ പ്രാവശ്യം പല രീതിയിലാണ് കട്ട്മീർ കിട്ടുന്നത് അല്ലേ? ഇതിങ്ങനെയൊന്നും അല്ലടാ കഴിക്കേണ്ടത്, പക്ഷെ നമ്മളിങ്ങനെ കഴിക്കുന്നു. ഒരു വേണ്ട മധുരമേ ഉള്ളൂ. ഇസ്താംബുളിൽ നിന്ന് കഴിച്ചത് ഇത്ര ഫില്ലിങ്ങിലായിരുന്നു. ഇതിൽ നല്ല ഫില്ലിങ്ങും ഉണ്ട്, എന്നാൽ മുകളിലത്തെയും താഴത്തെയും ലെയർ ഭയങ്കര ക്രിസ്പും. ലൈഫ് ഈസ് സോ ഗുഡ്. ഇത് പൊളിച്ചു വിട്ടേ കട്ട്മീർ. ഞാൻ വരുന്നവര് മധുരം ഒക്കെ ഇഷ്ടമുള്ള ആളായിരുന്നു. തണുപ്പോയി, മധുരം കൂടെ അടിപൊളി. നമ്മളിവിടെ നല്ല റിലാക്സ് ചെയ്ത് ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ ഇരിക്കാനുള്ളൊരു സൗകര്യമൊക്കെ ചെയ്ത് അല്ലേ? ബാക്ക്ഗ്രൗണ്ടൊക്കെ റഗ് സാധനം ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു സുഖമായിട്ട് ഇങ്ങനെ ഹായിച്ചിട്ട് കിടക്കാനൊക്കെ പറ്റുന്നുണ്ട്. ശരിക്കും കട്ട്മീരൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു നല്ലൊരു സുഖം.